ഇന്ന് നമുക്ക് സമുദ്രകനി, ഐശ്വര്യ രാജേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന വിശാഖപട്ടണം എന്ന തമിഴ് വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് അധ്യാപികയായ ഭാരതിയെ കാണിച്ചുകൊണ്ടാണ്. ഭാരതി കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്നു. നല്ല സ്വഭാവത്തിനുടമയാണ് ഈ ഭാരതി. മാത്രവുമല്ല, തന്റെ മുന്നിലേക്ക് കഷ്ടപ്പാട് പറഞ്ഞ് ആര് വന്നാലും അവരെയൊക്കെ സഹായിക്കുന്ന സ്വഭാവം ഭാരതിക്കുണ്ട്. ഭാരതി ഒരു കോടീശ്വരി കൂടിയാണ്. ഭാരതിക്കടുത്തേക്ക് അനാഥാശ്രമമൊക്കെ നടത്തുന്ന ഒരാൾ വരുന്നു. തന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണ വളയാണ് അവൾ ഊരി നൽകുന്നതും. ആ സീൻ അവിടെ കട്ടായി കാർത്തിക് എന്ന പയ്യനെയാണ് കാണിക്കുന്നത്. ഈ കാർത്തിക് ആരെന്നാൽ നായിഡു എന്ന പേര് കേട്ട ഒരു ക്രിമിനൽ ഉണ്ട്. ആ ക്രിമിനലിന് ഒരു റൈറ്റ് ഹാൻഡും ഉണ്ട്. അയാളുടെ മകനാണ് കാർത്തിക്. നായിഡുവിന്റെ കുറെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നത് ഈ കാർത്തിക് ആണ്. എന്നാൽ ഒരിക്കൽ നായിഡുവിന്റെ ഒരു ലോറി പോലീസ് പിടിച്ചു വെച്ചിരിക്കുക. ഈ ഒരു വിവരം അറിഞ്ഞ കാർത്തിക് തന്റെ കൂട്ടാളിയെ സൂര്യയും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ലോറി വിട്ടുതരണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ കാർത്തിക് പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് അവിടുത്തെ പോലീസുകാരിരിക്കുന്നതും. എന്നാൽ ദേഷ്യം വന്ന കാർത്തിക് ലോറി വിട്ടു തന്നില്ലെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുമെന്ന് വിരട്ടുമ്പോഴോ, ആ ലോറി വിട്ടുതരാനൊന്നും പറ്റില്ല, അതിൽ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അന്നത്തെ ആ ഒരു ഇൻസ്പെക്ടർ ആണെങ്കിലോ ലോറി വിട്ടു നൽകിയില്ല. അതോടുകൂടി കാർത്തിക്കിന് വല്ലാത്ത ദേഷ്യമായി. ഈ സൂര്യയ്ക്ക് ഒരു സഹോദരനുണ്ട്. രാത്രിക്ക് രാത്രി തന്നെ സൂര്യയുടെ സഹോദരനെ ഏർപ്പാടാക്കി ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥ കഴിക്കുകയും ലോറി അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ആ ഒരു ഇൻസ്പെക്ടറിന്റെ മരണത്തോടുകൂടി പുതുതായിട്ടൊരു ഇൻസ്പെക്ടർ ജോയിൻ ചെയ്യുകയാണ്. ഇൻസ്പെക്ടറിന്റെ പേര് സത്യ. പഴയ ഇൻസ്പെക്ടറിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം സത്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലുള്ള ലോക്കൽ ഗുണ്ടകളെ എല്ലാവരെയും പിടിച്ചുകൊണ്ടുവന്ന് അടിച്ച് ചോദ്യം ചെയ്യും. ആരാണ് ഇൻസ്പെക്ടറിനെ കൊന്നത് എന്നറിയുവാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ട് നടക്കുകയാണ് സത്യ. അപ്പോഴാണ് ഈ നാടിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഒരാൾ സത്യക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആരാണ് ഈ നായിഡു? ഈ നാട്ടിലുള്ള എല്ലാവരും എങ്ങനെയാണ് നായിഡുവിന് അടിമയായിട്ട് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാ കാണിക്കുന്നത്. വിശാഖപട്ടണം ഹാർബറിലേക്ക് ജോലി അന്വേഷിച്ചെത്തിയ ആളായിരുന്നു നായിഡു. നായിഡുവിന് അവിടെ വെച്ച് ഒരു സുഹൃത്തിനെയും കിട്ടി. സുഹൃത്തിന്റെ പേര് കോട്ടയ്യ എന്നാണ്. അപ്പോഴാണ് ഈ ഒരു ഹാർബറിനെയും നാടിനെയും മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന നാടിന്റെ തലവനെ കുറിച്ചുള്ള കാര്യം നായിഡു അറിയുന്നത്. നായിഡുവും കോട്ടയെയും തലവനടുത്ത് ജോലി അന്വേഷിച്ചെത്തും. പാവമല്ലേ, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെയുള്ള ആളല്ലേ എന്ന് കരുതി നായിഡുവിന് ആ ഹാർബറിൽ ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നായിഡുവിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും കാശ് സമ്പാദിക്കണം, നല്ല രീതിക്ക് ജീവിക്കണം, അത് മാത്രമായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഇരിക്കെ ഹാർബറിലേക്ക് ജോലി അന്വേഷിച്ച് ബർമയിൽ നിന്നും കുറച്ചു പേരെത്തുന്നു. ബർമയിൽ നിന്ന് വന്നവർക്ക് ഒരു തലവനുമുണ്ട്. അയാളുടെ പേര് പ്രകാശ് എന്നാണ്. ജോലി അന്വേഷിച്ച് വരുന്നവർക്ക് ആ ഒരു തലവനാണെങ്കിലോ ജോലി കൊടുക്കുകയും ചെയ്തു. പാവങ്ങളല്ലേ, എങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ എന്നാണ് നാടിന്റെ തലവൻ കരുതിയതും. പക്ഷേ പ്രകാശിന്റെ മനസ്സ് മറ്റൊന്നായിരുന്നു. ഹാർബറിൽ ജോലി ചെയ്തുകൊണ്ട് എങ്ങനെങ്കിലും ഹാർബറും ഈ നാട് മുഴുവനും കൈക്കലാക്കണം. ഹാർബർ കൈക്കലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കാശ് സമ്പാദിക്കാം. എന്നാൽ തലവനാണെങ്കിലോ നല്ല നല്ല കാര്യങ്ങളല്ലേ നാടിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇല്ലീഗലായിട്ടുള്ള കാര്യം ചെയ്താൽ കാശ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യം പ്രകാശ് തന്റെ കൂട്ടാളിയോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം മറ്റൊരു വശത്ത് നിന്ന് നായിഡു കേൾക്കുന്നുണ്ടായിരുന്നു. നായിഡുവിന് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക, അത് മാത്രമായിരുന്നല്ലോ ലക്ഷ്യം. അവർക്കടുത്തേക്ക് എത്തുന്ന നായിഡു നിങ്ങളുടെ ഈ ഒരു പ്ലാനിൽ എന്നെ കൂടി ചേർക്കുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പ്രകാശിനും പ്രകാശിന്റെ കൂട്ടാളിക്കൊപ്പവും നായിഡുവും ചേരുകയാണ്. നാടിന്റെ തലവനെ കൊല്ലണം, എന്നാൽ മാത്രമേ ഹാർബർ കൈക്കലാക്കാൻ പറ്റൂ. അതായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ ഇരിക്കെ ആ ഒരു നാട്ടില് ഉത്സവം നടക്കുകയാണ്. ഉത്സവമായതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങി നൽകുകയാണ് തലവൻ. മാത്രവുമല്ല, ഉത്സവമൊക്കെ തുടങ്ങി വെക്കുന്നതും പൂജയെല്ലാം തുടങ്ങി വെക്കുന്നതും തലവനാണ്. അതേസമയം അവിടേക്ക് നായിഡുവിന്റെ കൂട്ടുകാരനായ കോട്ടയും പിന്നെ പ്രകാശും പ്രകാശിന്റെ കൂട്ടാളിയും കൂടി വരുന്നു. അത് കാണുന്ന തലവനാണെങ്കിലോ പ്രകാശിനെയും പൂജ നടത്തുവാനായിട്ട് ക്ഷണിക്കുകയാണ്. പ്രകാശ് അവിടേക്ക് കയറി ചെന്ന അതേ സമയം തന്നെയായിരുന്നു നായിഡു ആണെങ്കിലോ തലവനടുത്തേക്ക് ചെന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന അരിവാൾ ഉപയോഗിച്ച് തലവന്റെ കഥ കഴിക്കുന്നത്. അവിടെ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. കാരണം നിൽക്കുന്ന എല്ലാവരും തലവന്റെ ആളുകളാണല്ലോ. പക്ഷേ നായിഡുവും കൂട്ടാളികളും ചേർന്ന് ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാവരും പേടിച്ചു പോകുന്നു. പ്രകാശിന്റെ കീഴിൽ കുറെ
കുറെ ബർമ്മക്കാരുമുണ്ട്. എല്ലാവരും നാട്ടിലുള്ളവരെയൊക്കെ തടയുകയാണ്. അതോടുകൂടി എല്ലാവരും പേടിച്ചു പോകുന്നു. ഇതാണ് നായിഡുവിന്റെ യഥാർത്ഥ കഥ. ആ ഒരു സീൻ അവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. നായിഡു ഇപ്പോൾ വലിയ ബംഗ്ലാവൊക്കെ വെച്ചിരിക്കുകയാണ്. ആ ഒരു ബംഗ്ലാവില് നായിഡുവിനൊപ്പം നായിഡുവിന്റെ കൂട്ടാളിയെ കോട്ടയെയും പ്രകാശും ഒക്കെയുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രകാശിനെ ഒരു വേലക്കാരനെ പോലെയാണ് നായിഡു കാണുന്നത്. അതിന്റെ ദേഷ്യം പ്രകാശിന് നന്നായിട്ടുണ്ട്. ഞാൻ കാരണമാണ് ഇവനിപ്പോൾ ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ എന്നെ വെറും പട്ടിയെ കണക്കാണല്ലോ ഇവൻ കാണുന്നതെന്നൊക്കെ പ്രകാശ് ചിന്തിക്കുന്നു. ഈ നായിഡുവിന് ഒരു മകളുണ്ട്. മകൾ മറ്റാരുമല്ല, കഥ തുടങ്ങുന്ന സമയത്ത് ഭാരതി എന്നൊരു അധ്യാപികയെ കാണിച്ചില്ലേ, ഭാരതി തന്നെയാണ് നായിഡുവിന്റെ മകൾ. ഭാരതിയെ കോളേജിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നത് കാർത്തിക്കിന്റെ കൂടെ സൂര്യ എന്നൊരു പയ്യനുണ്ടല്ലോ, സൂര്യ തന്നെയാണ്. സൂര്യ അവരുടെ ഡ്രൈവറാ. ഭാരതി അനാഥാശ്രമം നടത്തുന്നവർക്ക് തന്റെ കയ്യിലുള്ള വളയൊക്കെ ഊരിക്കൊടുത്ത കാര്യമൊക്കെ നായിഡു അറിയുന്നു. നായിഡു ഭാരതിയെ ഒരുപാട് വഴക്ക് പറയും. അച്ഛനോ നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാനെങ്കിലും നല്ലത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഭാരതി പോകുന്നത്. സത്യത്തിൽ ഒരു അച്ഛനെ പോലെ നിന്ന് നായിഡു ഭാരതിയെ വളർത്തിയിട്ടേയില്ല. അച്ഛന്റെ സ്നേഹം പോലും ഭാരതിക്ക് നായിഡു കൊടുത്തിട്ടില്ല. എന്നാൽ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഭാരതിയെ വളർത്തിയതെല്ലാം കോട്ടയ്യാണ്. അതുകൊണ്ട് തന്നെ ഭാരതിയുടെ ഈ ഒരു പ്രവൃത്തിയൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും കോട്ടയ്യാണ്. ഭാരതിയെ കൊണ്ടുവന്ന് വിടുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതുമെല്ലാം സൂര്യ ആയതുകൊണ്ട് തന്നെ സൂര്യയോട് ഭാരതിക്ക് ചെറുതായിട്ട് ഇഷ്ടമൊക്കെ തോന്നുന്നു. രണ്ടുപേരും പ്രണയിക്കുവാനായും ആരംഭിക്കുക. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നായിഡുവിന് അറിയത്തില്ല. അതിനുശേഷം ഓട്ടോ ഡ്രൈവറായ ജഗയെ കാണിക്കുന്നു. ജഗയ്ക്ക് ഒരു സഹോദരനും ഭാര്യയുമാണുള്ളത്. ഭാര്യയും സഹോദരനുമാണ് ജഗയുടെ ലോകം തന്നെ. എല്ലാ ദിവസവും രാവിലെ ഓട്ടം പോകുന്നതിന് മുൻപ് തന്റെ കുഞ്ഞനുജനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് ജഗ പോകുന്നതും. ആ സീൻ അവിടെ കട്ടായി നായിഡുവിന്റെ കൂട്ടാളിയെ പ്രകാശിനെ കാണിക്കുന്നു. പ്രകാശിനെ ഒരു പട്ടിയെ പോലെയാണല്ലോ നായിഡു കാണുന്നത്. അതിന്റെ ദേഷ്യമെല്ലാം പ്രകാശിനുണ്ട്. ഇപ്പോൾ ഹാർബറിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് പ്രകാശിനെ ഏൽപ്പിച്ചിരിക്കുന്നതും. അതൊന്നും പ്രകാശിന് ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. എങ്ങനെയെങ്കിലും നായിഡുവിനെ കൊല്ലണമെന്ന് പ്രകാശ് തന്റെ കൂട്ടാളിയോട് പറയുന്നു. അതിനു വേണ്ടിയിട്ട് അവർ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. പക്ഷെ അതേസമയം നായിഡു ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് തന്റെ ഉറ്റ സുഹൃത്തായ കോട്ടയ്യയാണ്. ഇപ്പോൾ അവർ വിശാഖപട്ടണം മുഴുവൻ അവരുടെ കൺട്രോൾ കൊണ്ടുവന്നിരിക്കുക. ഇനി ആന്ധ്ര മുഴുവൻ അവരുടെ കൺട്രോളിലാക്കണമെന്നാണ് അവരുടെ പ്ലാനും. അതേസമയം പ്രകാശ് നായിഡു അറിയാതെ നേരെ വരുന്നത് പ്രതാപ് എന്ന ആളിനടുത്തേക്ക്. ഈ പ്രതാപും നായിഡുവും ശത്രുക്കളാ. നായിഡു അറിയാതെയാണ് പ്രകാശ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും നായിഡുവിനെ തകർക്കണം, അത് മാത്രമായിരുന്നു പ്രകാശിന്റെ ലക്ഷ്യം. അതേസമയം നായിഡു തന്റെ ബിസിനസ് പാർട്ട്നേഴ്സിനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തിയിരിക്കുക. ചെന്നൈയിൽ നിന്നൊരാളും ഡൽഹിയിൽ നിന്നും ഒരാളും എത്തിയിട്ടുണ്ട്. അവരോട് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. 56 കോർപ്പറേഷനും നായിഡുവിന് തന്റെ കൺട്രോൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ സ്മൂത്ത് ആയിട്ട് ബിസിനസ് ചെയ്യുവാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ കൗൺസിലറിനെ എല്ലാവരെയും നായിഡുവിന് അറിയാവുന്നവരെയാണ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. തന്റെ കൺട്രോളിലെല്ലാം വരിക, അത് മാത്രമായിരുന്നു നായിഡുവിന്റെ ലക്ഷ്യം. ആ ഒരു സീൻ അവിടെ കട്ടായി കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന നായിഡുവിന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളാണ് കാണിക്കുന്നത്. നായിഡു തന്റെ കുടുംബത്തോടൊപ്പമാണല്ലോ വിശാഖപട്ടണത്തേക്ക് എത്തിയത്. നായിഡുവിന്റെ ഭാര്യയ്ക്ക് വലിയ പേടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ മകളായിട്ടുള്ള ഭാരതിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ് അമ്മ വളർത്തിയത്. സ്വന്തം കാലിൽ നിൽക്കണം, ആരെയും പേടിക്കാതെ വളരണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പഠിപ്പിച്ചവളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഭാരതിക്ക് കുട്ടിക്കാലം മുതലേ തന്റെ അച്ഛനെ പേടിയാ. അച്ഛനെ ഒരു വില്ലനായിട്ടാണ് ഭാരതി കാണുന്നത്. അതുപോലെ തന്നെ നായിഡുവിനും മകളോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. അമ്മയുടെ മരണശേഷം ഒറ്റയ്ക്കാണ് ഭാരതി തന്റെ കാര്യങ്ങളൊക്കെ നോക്കി വളർന്നതും. എന്നാൽ ഭാരതി ഇപ്പോൾ ആ ഒരു കുട്ടികളുടെ കാര്യമൊക്കെ നോക്കുന്ന അനാഥാശ്രമം നടത്തുന്ന ആളില്ലേ, അയാൾക്കടുത്തേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. ഞാനും നിങ്ങൾക്കൊപ്പം നിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യവും ഭാരതി പറയുന്നു. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നായിഡു ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന പേടിയായിരുന്നു അത് നടത്തുന്ന ആളിനുണ്ടായിരുന്നത്. മറ്റൊരു വശത്ത് MLAക്ക് അടുത്തേക്ക് എത്തുന്ന മീഡിയക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തായി, ആ ഒരു കേസൊക്കെ എന്ന് അന്വേഷിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ കേസ് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ് പുതിയ ഇൻസ്പെക്ടറായ സത്യയെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് MLA പോകുവാനായി ഇറങ്ങുന്നത്. ആരാണോ പോലീസ് ഇൻസ്പെക്ടറിനെ കൊന്നത് അയാളുടെ കാറിൽ തന്നെയാണ് MLA വന്ന് കയറുന്നതും. മറ്റൊരു വശത്ത് ജഗയെ കാണിക്കുന്നു. ജഗയാണെങ്കിലോ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഇടപെടും. ചെറിയ അടിപിടി കേസൊക്കെ ജഗയ്ക്കുണ്ട്. എവിടെയെല്ലാം അനീതി കാണുന്നോ അതിലൊക്കെ ജഗ ഇടപെടും. അങ്ങനെ പ്രശ്നമുണ്ടാക്കി അടിപിടിക്കൊക്കെ പോണത് കൊണ്ട് തന്നെ ജഗയുടെ ഭാര്യയ്ക്ക് അതൊട്ടും തന്നെ ഇഷ്ടമേ അല്ല. ആ ഒരു കാരണം
ചൊല്ലി രണ്ടാളും തമ്മിൽ മിക്കപ്പോഴും വഴക്ക് കൂടാറുണ്ട്. ഭാര്യ എന്ത് പറഞ്ഞാലും ജഗ അതൊന്നും മൈൻഡ് ചെയ്യത്തേയില്ല. അങ്ങനെ ജഗയാണെങ്കിലോ ആ നാട്ടിലെ കൗൺസിലറിനടുത്തേക്കാണ് എത്തുന്നത്. ഈ കൗൺസിലർ നായിഡുവിന്റെ ആളായിരുന്നു. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒരുപാട് പേർ കഷ്ടതകൾ അനുഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു നിവേദനം എഴുതി കൗൺസിലറിന് കൊടുക്കുന്നു. എന്നാൽ കൗൺസിലർക്കാണെങ്കിലോ നായിഡു എന്തു പറയുന്നോ അത് മാത്രമേ അനുസരിക്കാൻ വഴിയുള്ളൂ. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഞാൻ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞാണ് കൗൺസിലർ ജഗയെ പറഞ്ഞു വിടുവാനായി നോക്കുന്നത്. അതേ സമയമായിരുന്നു പുതുതായി വന്ന ഇൻസ്പെക്ടർ സത്യ അവിടെയുണ്ടായിരുന്ന ചേരിയിലുള്ള പിള്ളേരെ എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി തല്ലുന്ന കാര്യം അവരറിയുന്നത്. ഇൻസ്പെക്ടറിന്റെ മരണത്തിന് കാരണം ഈ പിള്ളേരാണെന്നൊക്കെയാണ് സത്യ പറയുന്നത്. ആരാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് ആ പിള്ളേരെയൊക്കെ തല്ലുന്നത്. അതറിയുന്ന ജഗയ്ക്കും കൗൺസിലറിനും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഈ നായിഡു ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ഒരു ഗ്യാസിന്റെ കമ്പനി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൽ എല്ലായിടത്തും അതിന്റെ കണക്ഷനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജഗയുടെയും ഭാര്യയുടെയും ജീവിതം നല്ല രീതിക്ക് സന്തോഷമായിട്ട് പോകുന്നു. ഭാരതി തന്റെ കാർ ഡ്രൈവറിനൊപ്പം പ്രണയിച്ച് സന്തോഷകരമായി ജീവിക്കുന്നു. എല്ലാവരുടെയും ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു ദിവസം ചെറിയൊരു പ്രശ്നം നടക്കുന്നത്. ഗ്രാമത്തിലുള്ള കുട്ടികളും മുതിർന്നവരും എല്ലാവരും ചേർന്ന് ചെറുതായിട്ട് സ്ക്രീനൊക്കെ കെട്ടി അവിടെ സിനിമ കാണാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ രാത്രി എല്ലാവരും സിനിമ കാണുവാനായി ഇരിക്കുന്ന സമയം ആ ഒരു പൈപ്പ് ലൈൻ ലീക്കായി വലിയൊരു ബ്ലാസ്റ്റ് തന്നെ സംഭവിക്കും. അതിൽ ഒരുപാട് കുട്ടികൾക്കും മുതിർന്നവർക്കും പരിക്കുപറ്റും. കുറെ പേർ മരണപ്പെട്ടു പോകുന്നു. ആ കൂട്ടത്തിൽ ജഗയുടെ സഹോദരനും ഉണ്ടായിരുന്നു. ഈ ഒരു വിവരം ഭാരതി അറിയും. ഭാരതി ഉടനെ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. പക്ഷേ നായിഡുവിന്റെ മകളായതുകൊണ്ട് തന്നെ ഭാരതിയെ അടുപ്പിക്കുവാനായിട്ട് ആരും തന്നെ തയ്യാറായതേയില്ല. ഞാൻ നായിഡുവിന്റെ മകളായിട്ടല്ല വന്നിരിക്കുന്നത്, ഭാരതിയായിട്ടാണ്. ഞാൻ NGOയിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങളെയും സഹായിക്കാനാണ് വന്നതെന്ന് പറഞ്ഞതോടുകൂടി എല്ലാവരും അവളെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു പ്രശ്നത്തോടുകൂടി നായിഡുവിന്റെ ടെൻഷൻ കൂടി. ഇത് നമ്മുടെ ശത്രുക്കളാരോ ചെയ്തതാണെന്ന് നായിഡു പറയുന്നുമുണ്ട്. നായിഡു അത് തന്നെയാണ് വിശ്വസിക്കുന്നതും. എന്നാൽ അതേസമയം പോലീസ് ഇൻസ്പെക്ടറായ സത്യക്കുമോ വലിയ പ്രഷർ ഉണ്ടാവുകയാണ്. ഈ ഒരു ബ്ലാസ്റ്റിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും മുകളിൽ നിന്നും ഓർഡർ വരുന്നു. അതേസമയം ഗ്രാമത്തിലുള്ള എല്ലാവരും നായിഡുവിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. നായിഡു കാരണമാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നായിഡുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നായിഡുവിന്റെ വീട്ടിൽ സമരം ചെയ്യുവാനായി ആരംഭിച്ചു. ആ ഒരു സമരത്തിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് ഭാരതിയുമുണ്ട്. ഇതെല്ലാം വീടിന്റെ ജനൽ വഴി നിന്ന് കാണുകയാണ് നായിഡു. തന്റെ മകളും ആ കൂട്ടത്തിൽ നിൽക്കുന്നത് കണ്ട് നായിഡുവിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ നായിഡുവിന്റെ കൂട്ടുകാരൻ ഈ ഒരു പ്രശ്നം സോൾവ് ആകുന്നത് വരെ നീ ഒന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് നായിഡുവിനെ സമാധാനിപ്പിക്കും. പോലീസ് ഇൻസ്പെക്ടറായ സത്യയ്ക്ക് നല്ല പ്രഷർ ഉണ്ടാവുകയാണ്. ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തണമല്ലോ. സംഭവം നടന്ന സ്ഥലത്തേക്ക് സത്യ എത്തി പരിശോധിക്കുന്ന സമയത്ത് അവിടെ ഒരു വശപിശകുള്ള രീതിയിൽ രണ്ടുപേരെ കാണുന്നു. അവരെ കഷ്ടപ്പെട്ട് പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന സമയത്താണ് അവർ പറയുന്നത്, ഞങ്ങളാണെങ്കിൽ നായിഡുവിനിട്ട് പണി കൊടുക്കുവാനായി തീരുമാനിച്ച് വന്നത് തന്നെയായിരുന്നു. പക്ഷേ അതിനു മുൻപ് ആരോ ബ്ലാസ്റ്റ് നടത്തി. ഞങ്ങൾക്കതിൽ പങ്കില്ല. ഞങ്ങൾ പ്രതാപിന്റെ ആളുകളാണെന്നും അവർ തുറന്നു പറയുന്നു. പ്രതാപന് തന്നോട് ശത്രുതയുണ്ട് എന്നുള്ള കാര്യം നായിഡുവിന് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നായിഡുവിന് വല്ലാത്ത ദേഷ്യം. അതേസമയം നായിഡുവിന്റെ വീടിന് മുന്നിലായിട്ട് എല്ലാവരും സമരം ചെയ്യുകയാണല്ലോ. നായിഡുവിന്റെ ആ ഒരു ഗ്യാസ് കമ്പനി പൂട്ടണമെന്ന് പറഞ്ഞാണ് പ്രശ്നം നടക്കുന്നത്. ആ പ്രശ്നത്തിന് മുൻകൈ എടുക്കുന്നത് ഭാരതിയാണെന്നുള്ള കാര്യം നായിഡുവിന് മനസ്സിലായല്ലോ. എത്രയും വേഗം ഭാരതിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് നായിഡു തന്റെ കൂട്ടാളികളോട് പറയുന്നു. ആ ഗ്യാസ് കമ്പനിക്ക് മുന്നിലാണ് സമരം നടക്കുന്നതും. അവിടെ ജഗയുമുണ്ട്. ജഗയുടെ സഹോദരന് ആ ഒരു അപകടത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ടിരുന്നു. നായിഡുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അവർ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥനായ സത്യ പറയുന്നത് ഈ ഒരു പ്രശ്നമുണ്ടായതിന് കാരണം രണ്ടുപേരാണ്. അവർ പ്രതാപിന്റെ ആളുകളാണ്. അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നായിഡുവല്ല ഇതിന് പിന്നിലെന്നൊക്കെ സത്യ പറയുന്നു. പക്ഷേ അതൊന്നും വിശ്വസിക്കുവാനായിട്ട് ബാക്കിയുള്ളവർ കൂട്ടാക്കുന്നതേയില്ല. അതേസമയം നായിഡു തന്റെ ഡ്രൈവറായ സൂര്യയെ പറഞ്ഞുവിട്ട് ഭാരതിയെ വിളിപ്പിക്കുന്നു. എന്നാൽ ഭാരതിക്ക് വല്ലാതെ ദേഷ്യം വരികയും ഭാരതി സൂര്യക്കിട്ടൊരെണ്ണം കൊടുക്കുകയും ചെയ്യും. സൂര്യക്കാണെങ്കിലോ തന്റെ കാമുകിയുടെ കയ്യിൽ നിന്നും അടി വാങ്ങിയതിന്റെ ദേഷ്യവും മനസ്സിലുണ്ട്. അവളെ സേഫായിട്ട് കമ്പനിക്കുള്ളിലേക്ക് കൊണ്ടുവരും. ദേഷ്യത്തോടു കൂടിയിരിക്കുന്ന ഭാരതിക്കടുത്തേക്ക് എത്തുന്ന കാർത്തിക് ഭാരതിയെ ഒരുപാട് സമാധാനിപ്പിക്കുന്നു. നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. നിന്റെ അച്ഛനെ പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല. നിന്റെ സ്നേഹം കൊടുത്ത് മാത്രമേ അച്ഛനെ മാറ്റാൻ കഴിയൂ എന്നൊക്കെ കാർത്തിക് അവളെ സമാധാനിപ്പിക്കും. അതേസമയം നായിഡു ഒരു കാര്യം ചിന്തിക്കുക. പ്രതാപിന് തന്നോട് ശത്രുതയുണ്ടെന്നുള്ള കാര്യം നായിഡുവിന് മനസ്സിലായല്ലോ. പ്രതാപുമായിട്ടുള്ള ശത്രുത ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ പ്രതാപുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കണമെന്നും നായിഡു
നായിഡു തീരുമാനിക്കും. പ്രതാപുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ തന്റെ ബിസിനസ്സും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതിൽ നിന്നും നല്ല ലാഭം കൊയ്യാനും കഴിയുമെന്ന് നായിഡുവിന് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നായിഡു തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പ്രതാപിനെ പോയി കാണുവാനായിട്ടും അയാളോട് സംസാരിക്കുവാനായിട്ടും ആവശ്യപ്പെടുന്നു. പ്രതാപിനെ വീട്ടിൽ വിളിച്ച് ഒരു സൽക്കാരം കൊടുക്കാമെന്നാണ് നായിഡു കരുതിയിരിക്കുന്നത്. മറ്റൊരു വശത്ത് കാർത്തിക്കിനെ കാണിക്കുന്നു. കാർത്തിക് കൗൺസിലറിനെ കണ്ടിട്ട് കൗൺസിലറിനെ ഒരുപാട് വഴക്ക് പറയുകയാണ്. ആ ചേരിയിലുള്ള ആളുകളെല്ലാം വന്ന് വല്ലാതെ പ്രശ്നമുണ്ടാക്കുകയല്ലേ, അവരെ കൺട്രോൾ ചെയ്യുവാനായിട്ട് നിനക്ക് കഴിയുന്നില്ലേ എന്ന് ചോദിച്ചാണ് കാർത്തിക് വഴക്ക് പറയുന്നത്. അപ്പോഴാണ് കാർത്തികിന്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന പകയും വ്യക്തമാകുന്നത്. യഥാർത്ഥത്തിൽ കാർത്തികിന്റെ നായിഡുവിനോട് നല്ല പകയുണ്ട്. നായിഡുവിന്റെ റൈറ്റ് ഹാൻഡിന്റെ മകനാണല്ലോ കാർത്തിക്. അച്ഛൻ നായിഡുവിന് വേണ്ടിയിട്ട് പട്ടിയെ പോലെ പണിയെടുക്കുന്നത് കൊണ്ട് കാർത്തികിന്റെ ജീവിതത്തിൽ ഉയർന്നു വരുവാനൊന്നും കഴിയുന്നതേയില്ല. അതുകൊണ്ട് തന്നെ തന്റെ അച്ഛനെയും നായിഡുവിന്റെയും കഥ കഴിച്ചിട്ട് ആ ഒരു സ്ഥാനം തനിക്ക് സ്വന്തമാക്കണമെന്നാണ് കാർത്തിക് കരുതിയിരിക്കുന്നത്. മറ്റൊരു വശത്ത് ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ എല്ലാവരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തിരുന്നു. മാത്രവുമല്ല, പ്രതാപിന്റെ ആളുകളാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞിട്ടും അവരാരും വിശ്വസിച്ചതേയില്ല. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. എന്നാൽ അവരേക്ക് ജാമ്യത്തിലിറക്കിയത് ഭാരതിയായിരുന്നു. അതോടുകൂടി ഭാരതിയോട് എല്ലാവർക്കും നല്ല സ്നേഹമാവുകയാണ്. അവർ ഭാരതിയെ വിശ്വസിക്കുവാനായും ആരംഭിച്ചു. പക്ഷേ ജഗയ്ക്ക് കൗൺസിലറിനോടാണ് ദേഷ്യം. എന്നാൽ മറ്റൊരു വശത്ത് ഭാരതി നേരെ എത്തുന്നത് തന്റെ കാമുകനായ സൂര്യയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. സൂര്യയോട് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. നീ എന്തിനാ നിന്റെ അച്ഛനെതിരായിട്ട് ഇങ്ങനെ പോരാട്ടമൊക്കെ നടത്തുന്നത്? അതൊന്നും ശരിയല്ല. നമ്മുടെ കല്യാണശേഷം നീ ഇങ്ങനൊരു കാര്യങ്ങളും ചെയ്യരുത് എന്നുള്ള കാര്യമൊക്കെ സൂര്യ പറയുന്നു. ചെയ്യില്ല എന്ന് അവൾ വാക്കു കൊടുക്കുകയാണ്. അതേ സമയമായിരുന്നു നായിഡുവിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള കോട്ടയ്യ പ്രതാപിനെ കാണുവാൻ വേണ്ടിയിട്ടും പോകുന്നത്. അതേസമയം പ്രതാപും പ്രകാശും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം പ്രതാപ് അല്ല ആ ഒരു ബ്ലാസ്റ്റിന് കാരണമെന്നുള്ള കാര്യം പ്രകാശിന് മനസ്സിലായി. പ്രതാപ് കരുതിയിരുന്നത് പ്രകാശാണ് അതിന് പിന്നിലെന്ന്. പക്ഷേ രണ്ടുപേരുമല്ല എന്ന് അവർക്ക് പരസ്പരം മനസ്സിലായതോടുകൂടി ആരായിരിക്കും അതിന് പിന്നിൽ എന്നൊരു സംശയം രണ്ടാൾക്കും ഉണ്ടാകുന്നു. അതേ സമയമായിരുന്നു കോട്ടയ്യ അവിടേക്ക് വരുന്നത്. കോട്ടയ്യ തന്നെ കാണണ്ട എന്ന് കരുതി പ്രകാശ് ഒളിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. കോട്ടയ്യ വന്നിരിക്കുന്നത് നായിഡു പ്രതാപിനെ ഒരു വിരുന്നിന് വിളിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ്. എന്താ നിങ്ങളുടെ പ്ലാൻ? എന്നെ കൊല്ലുവാനാണോ എന്ന് പ്രതാപ് ചോദിക്കുമ്പോൾ നായിഡു അങ്ങനെ ഒരാളല്ല. അവൻ ആരെങ്കിലും കൊല്ലണമെന്നുണ്ടെങ്കിൽ നേർക്കുനേർ വന്ന് നിൽക്കും, അല്ലാതെ പിന്നിലൂടെയുള്ള കുത്തലൊന്നും അവനില്ല എന്ന് പറഞ്ഞിട്ടാണ് കോട്ടയ്യ പോകുന്നത്. അങ്ങനെ നായിഡുവിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രതാപ് നായിഡുവിന്റെ വീട്ടിലേക്ക് എത്തുന്നു. പ്രതാപിന് ആഹാരം വിളമ്പി കൊടുക്കുവാൻ വേണ്ടിയിട്ട് നായിഡു തന്റെ മകളായ ഭാരതിയെ വിളിക്കും. ഭാരതിയെ ആദ്യ കാഴ്ചയിൽ തന്നെ പ്രതാപിന് ഒരുപാട് ഇഷ്ടമായി. അവളെ വല്ലാതെയാണ് പ്രതാപ് നോക്കുന്നത്. പക്ഷേ അതെല്ലാം നായിഡു ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ പ്രതാപ്, നിനക്ക് എന്റെ മകളായിട്ടുള്ള ഭാരതിയെ ഇഷ്ടമായോ? അങ്ങനെയാണെങ്കിൽ നീ അവളെ വിവാഹം കഴിക്കെന്നും നായിഡു പറയുന്നു. അത് കേട്ട് ഭാരതി ഷോക്കായി പോവുകയാണ്. നായിഡു തമാശയാണ് പറയുന്നതെന്നാണ് ആദ്യം പ്രതാപ് കരുതിയിരുന്നത്. എന്നാൽ തമാശയല്ല, സീരിയസ് ആയിട്ടാണ് നായിഡു അത് പറഞ്ഞത്. നിനക്കിഷ്ടമാണെങ്കിൽ അവൾ നിനക്കുള്ളത് തന്നെയാണെന്നുള്ള കാര്യം നായിഡു പറയുന്നു. അതോടുകൂടി ഒരു ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു പ്രതാപിന്. ഈ പ്രതാപ് സ്ത്രീ വിഷയത്തിലൊക്കെ അല്പം മുന്നിലാണ്. പ്രതാപ് പോയി കഴിഞ്ഞതും പ്രതാപ് തന്റെ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ ആരോ പ്രതാപിനെ ആക്രമിക്കുന്നു. എന്നാൽ അതിന് പിന്നാലെ വന്ന നായിഡുവിന്റെ ആൾക്കാരാണ് പ്രതാപിനെ അവിടെ നിന്നും രക്ഷിച്ചു വിടുന്നതും. അതേസമയം നായിഡുവിന്റെ അടുത്തേക്ക് എത്തുന്ന ഭാരതി അച്ഛൻ എന്ത് തീരുമാനിച്ച അയാളുമായിട്ട് എന്റെ വിവാഹം ഉറപ്പിച്ചതെന്ന് ചോദിക്കുന്നു. സത്യത്തിൽ ഈ പ്രതാപിന് നല്ല പ്രായമുണ്ട്. പക്ഷെ നായിഡുവിന്റെ മനസ്സിൽ പ്രതാപുമായിട്ടൊരു സൗഹൃദം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അത് മാത്രമായിരുന്നു. ഭാരതി തനിക്ക് അതിന് താല്പര്യമില്ല എന്നൊക്കെ നായിഡുവിനോട് തുറന്നു പറയും. കോട്ടയും അത് സമ്മതിക്കുകയാണ്. അവൾ കൊച്ചുകുട്ടിയല്ലേ, അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട്, അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, നീ എന്തിനാ ആ ഒരു വയസ്സായ പ്രതാപനെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കുവാനായി പോകുന്നതെന്നൊക്കെ കോട്ടയും ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് നായിഡുവിന്റെ മറുപടി, ഈ പ്രതാപിന് ഒരുപാട് സ്വത്തും ബിസിനസ്സും ഒക്കെയുണ്ട്. എന്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് തന്നെ വന്നു ചേരില്ലേ എന്നതായിരുന്നു നായിഡുവിന്റെ ചിന്ത. അതേ സമയമായിരുന്നു നായിഡുവിന്റെ ആളുകൾ പ്രതാപിനെ രക്ഷിച്ചിട്ട് നായിഡുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആരാ നിന്നെ ആക്രമിച്ചതെന്ന് നായിഡു ചോദിക്കുമ്പോൾ അതെനിക്ക് പ്രകാശാണെന്നാണ് തോന്നുന്നതെന്ന് നായിഡു പറയുന്നു. പ്രകാശാണ് അതിന് പിന്നിലെന്ന് നായിഡു മനസ്സിലാക്കിയതോടുകൂടി പ്രകാശും ഒളിവിൽ പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വശത്ത് പുതിയ കൗൺസിലറിനെ തിരഞ്ഞെടുക്കുകയാണ്. പുതിയ കൗൺസിലറിനോട് പ്രത്യേകം കാർത്തിക് പറയുന്നുണ്ട്, ഇനി ആരും തന്നെ സമരമോ പ്രശ്നമോ ഒന്നും ഉണ്ടാക്കാതെ നീ നോക്കണമെന്നും പ്രത്യേകം പറയുന്നു. അതേ സമയമായിരുന്നു ദേ നായിഡുവിന്റെ വീട്ടില് പ്രതാപിന്റെയും ഭാരതിയുടെയും വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. അതിനു മുൻപായിട്ട് ഭാരതി
NGOയിലേക്ക് വലിയൊരു എമൗണ്ട് ചെക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാഡത്തിന്റെ വിവാഹം ഉറപ്പിച്ചിട്ടും മാഡം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നല്ലോ എന്ന് NGOയിലുള്ളവർ ചോദിക്കുമ്പോൾ അതെന്റെ കടമയാണെന്ന് പറഞ്ഞാണ് അവൾ ചെക്ക് എഴുതി കൊടുക്കുന്നതും. അവിടെയുണ്ടായിരുന്ന കാർത്തികിനോട് പ്രത്യേകം ഭാരതി പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാലും ഈ ഒരു കാര്യം നീ ചെയ്യണം, അതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ടെന്നും പ്രത്യേകം ഭാരതി പറയുന്നുണ്ട്. അതെന്താണെന്നുള്ള കാര്യം കാണിക്കുന്നതേയില്ല. അങ്ങനെ ഭാരതിയുടെയും പ്രതാപിന്റെയും വിവാഹ ദിവസം എത്തി. നായിഡുവിന് വലിയ സന്തോഷം. ഒരുപാട് പേരൊക്കെ വിവാഹത്തിന് പങ്കെടുക്കുവാനായി വരുന്നുണ്ടല്ലോ, അവരെ എല്ലാവരെയും സൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം പ്രതാപിനാണെങ്കിലോ, പ്രതാപിന് മറ്റൊരു ഐഡിയ കൂടിയുണ്ട്. ഭാരതിയെ ഭാര്യയാക്കിയതിനു ശേഷം നായിഡുവിനെ ദ്രോഹിക്കണം, അവന്റെ സ്വത്തും ബിസിനസ്സും എല്ലാം തട്ടിയെടുക്കണം. ഇത് മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു പ്രതാപിന്റെ ലക്ഷ്യവും. ഇതൊന്നും അവർക്കറിയത്തില്ലല്ലോ. അതേസമയം വിവാഹത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഭാരതിക്കടുത്തേക്ക് അവളുടെ മുത്തശ്ശി വരുന്നു. നിന്റെ അമ്മയുടെ ജീവിതം നശിക്കാൻ കാരണം ആ നായിഡു തന്നെയാണ്. ദേ ഇപ്പോൾ നിന്റെ ജീവിതവും നശിക്കുന്നത് അവനെ കാരണമാണല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി കരയുവാനായും ആരംഭിച്ചു. അതിനൊന്നും മറുപടി കൊടുക്കാതെ ഭാരതി മണ്ഡപത്തിലേക്കും പോകുന്നു. അതേസമയം പ്രകാശ് ഒളിച്ചിരുന്ന സ്ഥലം പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പ്രകാശിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അതേസമയം തന്നെയായിരുന്നു പ്രതാപിന്റെയും ഭാരതിയുടെയും വിവാഹവും കഴിയുന്നത്. എന്നാൽ ഇതെല്ലാം മാറി നിന്ന് കാണുകയാണ് സൂരി. സൂരിക്ക് തന്റെ സങ്കടം സഹിക്കാനാകുന്നില്ല. അവൾ എന്നെ ചതിച്ചല്ലോ എന്ന് പറഞ്ഞ് തന്റെ സഹോദരനടുത്തിരുന്ന് കരയുകയാണ് സൂരി. ഈ പ്രകാശിന് ഒരു റൈറ്റ് ഹാൻഡ് ഉണ്ട്. നായിഡു റൈറ്റ് ഹാൻഡിന്റെ അടുത്തേക്ക് എത്തിയിട്ട്, നീ എന്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ കഥയും ഞാൻ കഴിക്കും. നീ കൂടെയുള്ള ബർമാക്കാരെ എല്ലാവരെയും എന്റെ പക്ഷത്താക്കണമെന്നും നായിഡു പറയുന്നു. അതിനും അവൻ സമ്മതിക്കുകയാണ്. മറ്റൊരു വശത്ത് വിവാഹമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആദ്യ രാത്രി മണിയറയിലേക്ക് എത്തുകയാണ് ഭാരതി. അവിടേക്ക് പ്രതാപും എത്തുന്നുണ്ട്. പക്ഷേ ഈ പ്രതാപ് ഒരു വാക്ക് പോലും ഭാരതിയോട് മിണ്ടുന്നതേയില്ല. പ്രതാപ് ഒന്നും തന്നെ പറയാതെ അവളോട് ക്രൂരമായിട്ട് മോശമായി പെരുമാറുന്നു. ഭാരതിക്കാണെങ്കിലോ അതൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതേയില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രതാപ് പറയുന്നുണ്ട്, ഇനി മുതൽ ഓരോ രാത്രിയും നിനക്കിത് തന്നെയായിരിക്കും നീ അനുഭവിക്കാൻ പോകുന്നത്. കാരണം നിന്റെ അച്ഛനോട് എനിക്കൊരു വാശിയുണ്ട്, അതെല്ലാം ഞാൻ തീർക്കുമെന്ന് പറഞ്ഞ് അവളെ വിരട്ടുന്നു. നിന്നോട് ഞാൻ എന്ത് ചെയ്താലും ആരും അത് എന്നോട് ചോദിക്കാൻ പോകുന്നില്ല, കാരണം ഞാൻ നിന്റെ ഭർത്താവാണെന്ന് കൂടി അയാൾ പറയുകയാണ്. അത് കേട്ടതോടുകൂടി ഭാരതിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ആ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ ഭാരതി ഒരു കാര്യം ചെയ്യുന്നു. അതേ സമയമായിരുന്നു സൂരി തന്റെ സഹോദരനൊപ്പം ഭാരതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. തന്നെ ചതിച്ച ഭാരതിയെ കൊല്ലണമെന്ന് കരുതി കയ്യിൽ തോക്കുമായിട്ടാണ് സൂരി പോകുന്നത്. അപ്പോഴേക്കും നായിഡുവിന്റെ വീട്ടിലേക്ക് ഒരു കോളും വന്നിരുന്നു. കോളെടുത്ത് നായിഡു ഷോക്കായി പോവുകയാണ്. ഉടനെ തന്നെ പ്രതാപിന്റെ വീട്ടിലേക്കും എത്തും. അവിടെ കാണുന്ന കാഴ്ച ഭാരതി പ്രതാപിന്റെ കഥ കഴിച്ചിരിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് നായിഡു അവളോട് ചൂടായി കയറുന്നു. എന്നിട്ട് അവളെ തല്ലുവാനായും പോവുകയാണ്. ഞാനും അച്ഛന്റെ മകളല്ലേ, എനിക്കെന്താ കൊല്ലും കൊലയും ചെയ്താല് എന്നൊക്കെയാണ് ഭാരതി പറയുന്നത്. അത് കേൾക്കുന്ന നായിഡുവിന് വല്ലാതെ ദേഷ്യം വരും. ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണെന്നോ പ്രതാപിനെ കൊണ്ട് ഇതിനൊക്കെ സമ്മതിച്ചത്, ഇനി ആരാ ഈ ഒരു കേസിൽ ജയിലിൽ പോകുന്നത് എന്നായിരുന്നു നായിഡുവിന്റെ ചിന്ത. അപ്പോഴേക്കും സൂരി താൻ പോകാമെന്ന് പറഞ്ഞ് ആ ഒരു കേസും ഏറ്റെടുക്കുന്നു. പ്രതാപിന്റെ കൊലപാതക വാർത്ത പുറത്തറിഞ്ഞതോടുകൂടി പ്രതാപിന്റെ കൂട്ടാളികളെല്ലാം നാട്ടിൽ വലിയ സമരം തന്നെ നടത്തുകയാണ്. ഒരു വണ്ടികൾ പോലും പുറത്തിറങ്ങുവാനായിട്ട് സമ്മതിക്കുന്നതേയില്ല. അതേ സമയമായിരുന്നു ജഗ തന്റെ ഭാര്യയും സഹോദരനെയും കൊണ്ട് ഓട്ടോയിൽ വരുന്നത്. സമരക്കാരാണെങ്കിലോ ഓട്ടോ തടഞ്ഞു നിർത്തും. ആക്രമിക്കുമെന്നാകുന്ന സമയം തന്നെയായിരുന്നു അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥനായ സത്യ വരുന്നത്. സത്യയാണ് ജഗയെ അവിടെ നിന്നും സേഫായിട്ട് പറഞ്ഞു വിടുന്നതും. അതേസമയം സൂര്യയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ നീ പ്രതാപിനെ കൊന്നതെന്ന് എത്ര തന്നെ സൂര്യയോട് ചോദിച്ചിട്ടും സൂര്യ മറുപടിയൊന്നും പറയുന്നില്ല. അതേ ജയിലിൽ തന്നെയായിരുന്നു പ്രകാശം ഉണ്ടായിരുന്നത്. സൂര്യയെ ബ്രെയിൻ വാഷ് ചെയ്ത് തന്റെ വശത്തേക്ക് കൊണ്ടുവരണമെന്നാണ് പ്രകാശ് കരുതുന്നത്. പക്ഷേ എത്ര തന്നെ പറഞ്ഞിട്ടും സൂര്യ അമ്പിനും വില്ലിലും അടുക്കാത്ത അവസ്ഥ. എന്നാൽ മറ്റൊരു വശത്ത് ഭാരതി ആ ഒരു NGOയിൽ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുവാനായും ആരംഭിച്ചിരിക്കുന്നു. തന്റെ അമ്മയുടെ പേര് തന്നെ ഈ ഒരു NGOയ്ക്ക് നൽകണമെന്ന് ഭാരതി ആവശ്യപ്പെടുമ്പോൾ വലിയ തുകയാണല്ലോ ഭാരതി കൊടുത്തിരിക്കുന്നത്. ഭാരതിയുടെ അമ്മയുടെ പേരാണ് ഇപ്പോൾ NGOയ്ക്ക് നൽകിയിരിക്കുന്നതും. ജയിലിൽ കിടക്കുന്ന സൂര്യയെ കാണുവാൻ വേണ്ടിയിട്ട് കോട്ടയെ വരുന്നു. നീ ചെയ്യാത്ത തെറ്റ് എന്തിനാണ് ഏറ്റെടുത്തതെന്ന് ചോദിക്കുകയാണ്. അതിന് സൂര്യക്ക് മറുപടിയില്ല. നിനക്ക് ഭാരതിയെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ അതേ എന്നവൻ സമ്മതിക്കുന്നു. കോട്ടയ്ക്കും സൂര്യയെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നായിഡുവിനോട് സംസാരിച്ച് അവരുടെ വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കോട്ടയ്യ അവിടെ നിന്ന് പോകുന്നത്. വീട്ടിലേക്ക് എത്തുന്ന കോട്ടയ്യ നായിഡുവിനോട് ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നു. നായിഡുവിന് അത് കേട്ട് വല്ലാതെ
ദേഷ്യം വരികയാണ്. സൂര്യക്ക് മാത്രമാണോ അതോ ഭാരതിക്കും ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നായിരുന്നു കോട്ടയ്യ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി സൂരി ഈ ഭൂമിയിൽ വേണ്ട, അവനെ കൊല്ലുവാനുള്ള ഏർപ്പാട് ചെയ്യണമെന്നും കോട്ടയ്യയോട് പറയുന്നു. പക്ഷേ കോട്ടയ്യയ്ക്ക് ആകെ സങ്കടം. അതേസമയം ജയിലിൽ കിടക്കുന്ന സൂര്യക്കടുത്തേക്ക് ഭക്ഷണം കൊണ്ടുവന്നു എന്ന പേരിൽ കുറച്ചു പേർ വരികയാണ്. അതും നായിഡു കൊടുത്തുവിട്ടതാണെന്ന് പറഞ്ഞാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. ഭക്ഷണം കൊടുക്കുവാനായിട്ട് അവർ അകത്തേക്ക് വരുമ്പോൾ അവർ കൊണ്ടുവന്നതോ ഭക്ഷണമായിരുന്നില്ല, ആയുധങ്ങളാണ്. ആ ആയുധങ്ങളൊക്കെ വെച്ച് സൂര്യയെ കൊല്ലുവാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. പക്ഷേ അവിടെയുണ്ടായിരുന്ന പ്രകാശാണ് സൂര്യയെ രക്ഷിക്കുന്നത്. അതോടുകൂടി പ്രകാശിനോട് ഒരു മതിപ്പൊക്കെ സൂര്യക്കുണ്ടാകുന്നു. സൂര്യയെ ജയിലിൽ വെച്ച് കൊല്ലുവാനായി ശ്രമിച്ച കാര്യം സൂര്യയുടെ സഹോദരൻ അറിഞ്ഞു. സൂര്യയുടെ സഹോദരൻ നേരെ വരുന്നത് ഭാരതിയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. നിന്നെ സ്നേഹിച്ചു എന്ന കുറ്റത്തിനാണ് എന്റെ ചേട്ടൻ ഇത്രയും അനുഭവിക്കുന്നത്. അവനെ കൊല്ലാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് സഹോദരൻ ചോദിക്കുന്ന സമയത്താണ് ജയിലിൽ നടന്ന കാര്യങ്ങളെല്ലാം ഭാരതിക്ക് മനസ്സിലായത്. ഭാരതി ഉടനെ തന്നെ സൂര്യയെ കാണുവാൻ വേണ്ടിയിട്ടും എത്തുന്നു. താനിപ്പോൾ NGO ഏറ്റെടുത്ത് നടത്തുകയാണെന്നും അതിന്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. കാരണം നിനക്ക് വഴിയെ മനസ്സിലാകും, എന്റെ അച്ഛനായ നായിഡുവിന്റെ കഥ കഴിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. NGO മുഴുവൻ തന്റെ കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ താൻ ഒരു കാര്യം ചെയ്യുമെന്നുള്ള കാര്യവും ഭാരതി പറയുന്നു. അതിനെന്റെ കൂടെ നിൽക്കണമെന്നും സൂര്യയോട് ഭാരതി പറയുകയാണ്. എന്തായാലും ഇപ്പോൾ നിനക്ക് എന്റെ അച്ഛനോട് ഒരു ദേഷ്യം വന്നിട്ടില്ലേ, അത് നീ കാത്തു സൂക്ഷിക്കണം. നിന്റെ അനിയനെ പിരിവ് നടത്തുവാൻ വേണ്ടിയിട്ട് ഇറക്കി വിടണമെന്നും അവൾ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് പണ്ട് നായിഡു നടത്തിയ പിരിവുകളെല്ലാം നാട്ടിലിറങ്ങി നടത്തുന്നത് സൂര്യയുടെ സഹോദരനാണ്. ആളുകൾ എല്ലാവരും പേടിച്ച് സൂര്യയുടെ സഹോദരന് കാശും കൊടുക്കുന്നുണ്ട്. അവൻ നേരെ വരുന്നത് ജഗയ്ക്കടുത്തേക്ക്. ജഗയോടും പിരിവിനുള്ള കാശ് ചോദിക്കുന്ന സമയത്ത് ജഗയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. ഓൾറെഡി എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, അതിന്റെ കൂടെ നീ വിരട്ടി എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുവാനായി ശ്രമിക്കുന്നു എന്ന് ചോദിച്ച് അവനെ തല്ലുകയും എല്ലാവരുടെയും മുന്നിലിട്ട് അവന്റെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ചിട്ട് അവനെ കൊളുത്തുകയും ചെയ്തു. ഈ ഒരു വിവരം ഭാരതി അറിയുകയാണ്. ആ പയ്യനെ സേഫായിട്ട് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുവരുന്നു. അവൻ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് റിപ്പോർട്ട് എഴുതുവാൻ പോലും അവർ സമ്മതിക്കുന്നതേയില്ല. എന്നാൽ അപ്പോഴേക്കും ഭാരതിയെ കാണുവാൻ വേണ്ടിയിട്ട് NGO നടത്തുന്ന ആൾ വരുന്നു. ഇപ്പോൾ NGO ഫുൾ കൺട്രോൾ വെച്ചിരിക്കുന്നത് ഭാരതിയാണല്ലോ. നിങ്ങൾ വന്നതിന് ശേഷം NGOയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. എന്തായാലും ഇതിന്റെ കൺട്രോൾ എല്ലാം ഞങ്ങളുടെ കൈവശം തരണം. നിങ്ങൾ തന്ന കാശെല്ലാം തിരികെ തരാമെന്ന് NGOയുടെ ആൾ പറയുന്ന സമയത്ത് ഞാൻ ഈ NGO എന്റെ കൈവശം കൊണ്ടുവന്നത് എനിക്ക് മറ്റൊരു ഉദ്ദേശമുണ്ട്. ഇത് പൂർണ്ണമായിട്ടും എന്റെ അധികാരത്തിൽ തന്നെ വരണമെന്നും അവൾ പറയുന്നു. അപ്പോഴാണ് അവൾക്ക് വലിയ പ്ലാൻ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നത്. നായിഡുവും കോട്ടയ്യയും നേരെ എത്തുന്നത് ജഗയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. സൂര്യയുടെ സഹോദരന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ജഗയാണല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത കൗൺസിലറായിട്ട് ജഗയെ പ്രഖ്യാപിക്കുവാനായി പോവുകയാണ്. ആ ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ് ജഗയ്ക്കടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ജഗയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. ഇത്രയും നാള് സമൂഹത്തിന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് കരുതിയിരുന്ന ജഗയ്ക്ക് ഇപ്പോൾ താൻ കൗൺസിലറാകാൻ പോകുന്നു എന്ന് കേട്ടതോടുകൂടി നായിഡുവിന്റെ കൂട്ടാളിയും മാറുകയാണ്. സൂര്യയുടെ സഹോദരന് ഏത് നിമിഷവും എന്ത് സംഭവിക്കും എന്ന അവസ്ഥയാണ്. സൂര്യയുടെ സഹോദരനടുത്തേക്ക് എത്തുന്ന ഭാരതി അവനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നു. എന്താണ് പറയുന്നതെന്നാൽ പ്രതാപിനെ കൊന്നത് യഥാർത്ഥത്തിൽ തന്റെ ചേട്ടനായിട്ടുള്ള സൂര്യയല്ല, താനാണെന്നുള്ള കാര്യം അവൻ സമ്മതിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ് എന്റെ ചേട്ടൻ ദേ ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്നതെന്നും അവൻ പറയുന്നു. അതോടുകൂടി അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് നേരെ ഭാരതി സ്റ്റേഷനിലേക്കും പോകുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥരെ കേൾപ്പിച്ചതിന് ശേഷം സൂര്യ ജയിലിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരികയാണ്. സൂര്യ ഇറങ്ങി വരുന്നതോ വല്ലാത്ത ദേഷ്യത്തോടുകൂടി. എങ്ങനെയെങ്കിലും ജഗയെ കൊല്ലണം, അത് മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. ജയിലിൽ നിന്നിറങ്ങി അവൻ നേരെ വരുന്നത് ജഗയുടെ വീട്ടിലേക്കാണ്. ജഗയുടെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുവാനായും ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ജഗ നായിഡുവിന്റെ ആളായി മാറിയിട്ടുണ്ടായിരുന്നല്ലോ. നായിഡുവിന്റെ കുറച്ച് കൂട്ടാളികളും അവിടെയുണ്ട്. എല്ലാവരും സൂര്യയെ തല്ലുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വശത്ത് നായിഡുവിനെ കാണിക്കുന്നു. നായിഡുവും കോട്ടയും ചേർന്ന് ഇപ്പോൾ പുതിയ ബിസിനസ് ഒക്കെ നടത്തി ഒരുപാട് കാശ് സമ്പാദിച്ചിരിക്കുകയാണ്. നിന്നെ പോലൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ എനിക്ക് ഈ ആന്ധ്ര തന്നെ കൺട്രോൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് നായിഡു കോട്ടയ്യോട് പറയും. കോട്ടയ്യയോട് സമാധാനത്തോടെ പോയി കിടന്നുറങ്ങുവാനായിട്ടും നായിഡു പറയുന്നു. കോട്ടയ്യ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് അവിടേക്ക് ഭാരതി വരുന്നതും. നീ നായിഡുവിനെതിരായിട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞല്ലോ, നീ സൂക്ഷിച്ചോ, അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അവന് സ്നേഹവും കരുണയും ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് മാത്രമാണുള്ളത്. മകളാണെന്ന് പോലും നിന്നെ നോക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കോട്ടയെ പോകുന്നതും. കോട്ടയെ ഉറങ്ങുവാനായി കിടക്കുന്ന സമയം കോട്ടയുടെ മുഖത്ത് ആരോ തലയിണ കൊണ്ടുവന്ന് അമർത്തുന്നു. കോട്ടയുടെ കഥ അവിടെ കഴിയുകയാണ്. അത് ചെയ്തത് മറ്റാരുമല്ല, കോട്ടയ്യയുടെ മകനായിട്ടുള്ള കാർത്തിക് തന്നെയായിരുന്നു. കോട്ടയ്യയുടെ ഡെഡ് ബോഡി കാണുവാൻ വേണ്ടിയിട്ട് നായിഡു എത്തുകയാണ്. നായിഡു വളരെ ഇമോഷണൽ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതെല്ലാം കേട്ട് ഭാരതി
ഭാരതി പുഞ്ചിരിക്കുന്നു. എന്നാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാർത്തികിനെ നോക്കിയാണ് അവൾ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ഭാരതി നേരെ അന്ന് രാത്രി എത്തിയിരുന്നത് കാർത്തികിനടുത്തേക്കാണ്. നമ്മൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും ജീവനോടെ ഇരിക്കാൻ പാടില്ല. എൻ്റെ അച്ഛൻ്റെ കഥ ഞാൻ കഴിക്കും, നിന്റെ അച്ഛൻ്റെ കഥ നീ തീരുമാനിക്കണമെന്നുള്ള കാര്യം കാർത്തികിനോട് പറഞ്ഞിട്ടാണ് അവൾ പോയത്. അത് കേട്ട കാർത്തിക് അന്നേ ദിവസം രാത്രി തന്നെ കോട്ടയ്യയുടെ കഥ കഴിക്കുകയാണ് ചെയ്തത്. ഇതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു നായിഡു നേരെ കാർത്തികിനടുത്തേക്ക് വന്നിട്ട് എൻ്റെ റൈറ്റ് ഹാൻഡ് എന്നെ വിട്ടുപോയി, ഇനി മുതൽ നീയാണ് എൻ്റെ റൈറ്റ് ഹാൻഡ് എന്നുള്ള കാര്യം അവനോട് പറയുന്നു. അത് കേട്ടതും അവൻ വല്ലാതെ ഇമോഷണലായി പോവുകയാണ്. നായിഡുവിൻ്റെ അനുഗ്രഹവും വാങ്ങുന്നു. എന്നാൽ ഇതെല്ലാം ഭാരതി ശ്രദ്ധിക്കുന്നുണ്ട്. ഭാരതി കാർത്തികിനടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നായിഡു റൈറ്റ് ഹാൻഡിന്റെ സ്ഥാനം നിനക്ക് തന്നപ്പോൾ നീ നമ്മുടെ പ്ലാനെല്ലാം മറന്നുപോയോ? നായിഡുവിനെ കൊല്ലണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇനിയത് വേണ്ട എന്നുള്ള കാര്യം കാർത്തിക് പറയുന്നു. കാർത്തികിന്റെ മനസ്സേ മാറിയിരിക്കുകയാണ്. അടുത്ത കൗൺസിലറായിട്ട് അവർ പ്രഖ്യാപിച്ചിരുന്നത് ജഗയല്ലേ. പക്ഷേ കാർത്തിക് ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ആയതോടുകൂടി ജഗയ്ക്ക് ആ ഒരു സ്ഥാനം കൊടുക്കുന്നില്ല. പഴയ കൗൺസിലറിനെ തന്നെയാണ് നിയമിക്കുന്നത്. കൗൺസിലറിന്റെ പദവി ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായി എത്തിയിരിക്കുന്ന ജഗ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടുപോകുന്നു. ജഗയ്ക്ക് ആകെ സങ്കടം. ജഗ അന്നേര ദിവസം രാത്രി കുടിച്ചുകൊണ്ട് നായിഡുവിന്റെ വീട്ടിൽ വന്ന് വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. അതെല്ലാം മനസ്സിലാക്കിയ കാർത്തിക്കും നായിഡുവിന്റെ കൂട്ടാളികളും നേരെ ജഗയുടെ വീട്ടിലേക്ക് ആളിനെ അയക്കുകയാണ്. ജഗയുടെ വീട്ടില് അന്നേ ദിവസം ജഗയുടെ സഹോദരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നായിഡുവിന്റെ ആളുകൾ ജഗയുടെ വീട് കൊളുത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അടുത്ത ദിവസം രാവിലെ ജഗ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് കത്തിക്കരിഞ്ഞു കിടക്കുന്ന തന്റെ വീടാണ് കാണുന്നത്. ജഗയുടെ ഭാര്യ ജഗയ്ക്ക് അടുത്തേക്ക് വന്നിട്ട് നീ കാരണമാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞ് അവന്റെ തലയിലൂടെ വെള്ളമൊഴിക്കുന്നു. കാരണം ജഗയുടെ സഹോദരൻ മരണപ്പെട്ടു പോയി. അതോടുകൂടി ജഗയ്ക്ക് വല്ലാതെ വാശിയായി. ഇനി ആ നായിഡുവിനെ ജീവനോട് വെച്ചേക്കാൻ പാടില്ല എന്നും ജഗ ചിന്തിക്കും. നായിഡുവിന്റെ ലോറി പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു വിവരം നായിഡു അറിയുന്നു. ലോറിയെ കുറിച്ചുള്ള കാര്യം ഒറ്റുകൊടുത്ത ഒരാളിനെ കുറിച്ച് നായിഡു അറിയുകയാണ്. അയാളെ കാണുവാൻ വേണ്ടിക്ക് രാത്രിക്ക് രാത്രി നായിഡു പോകുന്ന സമയം നായിഡുവിനടുത്തേക്ക് ജഗ വരികയാണ്. എന്റെ കുടുംബത്തെ നശിപ്പിക്കുവാനായിട്ട് നിങ്ങളാണല്ലേ ശ്രമിച്ചതെന്ന് ചോദിച്ച് ജഗയാണെങ്കിലോ നായിഡുവിനെ കുത്തുന്നു. എന്നാൽ നായിഡു പറയുന്നത് അത് ഞാനല്ല ചെയ്തത്, അതിന് പിന്നിൽ വേറെ ആരോ പ്രവർത്തിക്കുന്നുണ്ട്, ഞാനവരെ കണ്ടുപിടിക്കുമെന്ന് നായിഡു പറയുന്നു. എന്നാൽ അടുത്ത ദിവസം നായിഡുവിന്റെയും ജഗയുടെയും ഡെഡ് ബോഡിയാണ് എല്ലാവരും കണ്ടെത്തുന്നത്. നായിഡുവിന്റെ ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയം നായിഡുവിന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാം അവിടെ ഒത്തുകൂടുകയാണ്. ഇനി ആരാണ് അടുത്തതായിട്ട് നായിഡുവിന്റെ സ്ഥാനത്തേക്ക് വരുന്നത് എന്ന ചർച്ചയായി. എന്നാൽ എല്ലാവരും പറയുന്നത് ഭാരതിയുടെ പേരും കാർത്തിക്കിന്റെ പേരുമാണ്. പക്ഷേ ഭാരതി NGOയിലൊക്കെ ഉണ്ട്, നാടിന് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ അവിടെ കൂടി നിന്ന എല്ലാവരും ഭാരതിയുടെ പേരാണ് പറയുന്നത്. അതേസമയം അവിടെ കൂടി നിന്ന നായിഡുവിന്റെ ബിസിനസ് പാർട്ട്നേഴ്സിനോട് ഭാരതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പോലീസ് പിടിച്ചുവെച്ച നായിഡുവിന്റെ ലോറി താൻ വിടിവിച്ചു. ലോറി ഇപ്പോൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിക്കാണുമെന്നും അവൾ പറയുന്നു. അതനുസരിച്ച് ബിസിനസ് പാർട്ട്നേഴ്സ് ലോറി എത്തിയെന്ന് വിളിച്ചു തിരക്കുന്ന സമയത്ത് ലോറിയും അവിടെ എത്തിയിട്ടുണ്ട്. അതോടുകൂടി ഭാരതിയാണ് ഇനിയൊരു സ്ഥാനത്ത് അർഹ എന്നുള്ള കാര്യം എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ഭാരതി നായിഡുവിന്റെ കസേരയിലേക്ക് ചെന്നിരിക്കുകയാണ്. മാത്രമല്ല ജഗയുടെ ഭാര്യയ്ക്ക് കൗൺസിലർ പദവിയും കൊടുക്കുന്നു. ഇതെല്ലാം സത്യത്തിൽ ഭാരതിയുടെ പ്ലാൻ തന്നെയാണ്. എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിക്കുന്നത്. കുട്ടിക്കാലം മുതലേ ഭാരതിക്ക് നായിഡുവിനോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. നായിഡുവിനെ നശിപ്പിക്കണം എന്നത് മാത്രമായിരുന്നു ഭാരതിയുടെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ നായിഡുവിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവൻ ചെയ്തു നോക്കി. പക്ഷെ ഒന്നും തന്നെ നടന്നതേയില്ല. നായിഡുവിന്റെ ആ ഒരു സ്ഥാനം തന്നെയായിരുന്നു സത്യത്തിൽ ഭാരതിക്കും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വളർന്നു വന്ന ഭാരതി ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. അതിലാദ്യമായിട്ട് അവൾ ചെയ്തത് NGO തന്റെ കൺട്രോൾ കൊണ്ടുവന്നു. നാട്ടുകാർക്ക് നല്ലത് ചെയ്യുന്നതായിട്ട് നാട്ടുകാരെ ബോധിപ്പിച്ചു. പക്ഷേ അതെല്ലാം അവളുടെ പ്ലാനാണ്. ആ ഒരു ഗ്യാസ് ലീക്കേജ് ഉണ്ടായി ബ്ലാസ്റ്റ് നടന്നില്ലേ, അത് ചെയ്യിച്ചതും ഭാരതിയാണ്. ജഗയുടെ വീട്ടിൽ കയറി ജഗയുടെ വീട് കത്തിച്ചതും ഭാരതി പറഞ്ഞിട്ട് സൂര്യയാണ് ചെയ്തത്. നാട്ടുകാർക്ക് മുന്നിൽ നല്ലവളായിട്ട് അഭിനയിച്ച് എങ്ങനെയെങ്കിലും നായിഡുവിന്റെ ആ ഒരു സ്ഥാനം തന്നെ സ്വന്തമാക്കുക, അത് മാത്രമായിരുന്നു ഭാരതിയുടെ ലക്ഷ്യവും. നായിഡു എന്താണോ ചിന്തിച്ചത് അത് തന്നെയായിരുന്നു ഭാരതിയും ചിന്തിച്ചത്. നായിഡുവിന്റെ ആ ഒരു സാമ്രാജ്യം മുഴുവൻ തന്റെ കാൽ കീഴിൽ കൊണ്ടുവരിക, അത് ഭാരതി ചെയ്തിരുന്നു. നായിഡുവിനെ പോലെ തന്നെ ഒരു ക്രൂര തന്നെയാണ് ഭാരതിയും. പക്ഷേ നായിഡു പുറമേ എല്ലാവർക്കും മുന്നിൽ തന്റെ ക്രൂരതകളെല്ലാം കാണിക്കും. എന്നാൽ ഭാരതി എല്ലാവർക്കും മുന്നിൽ നല്ലവളെ പോലെ അഭിനയിച്ചു. എന്നാൽ മറ്റൊരു വശത്ത് ഒരു കാര്യം കൂടി കാണിക്കുകയാണ്. അന്നേ ദിവസം രാത്രി നായിഡുവും ജഗയും തമ്മിൽ ഫൈറ്റ് നടന്നല്ലോ. അവിടേക്ക് പോലീസ് ഇൻസ്പെക്ടറായ സത്യ വന്നിരുന്നു. സത്യ അവിടെ വെച്ച് ജഗയെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. നായിഡു മരണപ്പെട്ടു പോവുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ
ജഗ ഇപ്പോഴും ജീവനോട് കൂടി തന്നെയുണ്ട്. അതും സത്യയുടെ കൺട്രോളിലാണുള്ളത്. സത്യയ്ക്ക് ജഗയെ വെച്ച് മറ്റൊരു പ്ലാൻ ഉണ്ട്. ജഗ ജീവനോട് കൂടി ഇരിക്കുന്നു എന്നുള്ള കാര്യം മറ്റാർക്കും തന്നെ അറിയത്തേയില്ല. എന്നാൽ അവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനായ സത്യ മറ്റാരുമല്ല. സിനിമയുടെ തുടക്കത്തിൽ വിശാഖപട്ടണത്തിൽ ഒരു തലവൻ ഉണ്ടായിരുന്നില്ലേ? ആ തലവനെ നായിഡുവും കൂട്ടരും ചേർന്നാണല്ലോ കൊന്നുകളഞ്ഞത്. ആ തലവന്റെ മകൻ തന്നെയാണ് സത്യ. സത്യ പ്രതികാരം വീട്ടുവാൻ വേണ്ടിയിട്ടാണ് തിരികെ വന്നിരിക്കുന്നതും. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അടുത്ത സീസണിൽ കാണാം. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.